നമസ്കാരം. പ്രധാന വാർത്തകൾ. കടുവയുടെ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. യുവാവിനെതിരെ വനം വകുപ്പ് പോലീസിൽ പരാതി നൽകി. മലപ്പുറം കരുവാക്കുണ്ട് മണിക്കനാമ്പറമ്പിൽ ജെറിനാണ് ആർത്തല എസ്റ്റേറ്റിന് സമീപം താൻ കടുവയെ കണ്ടെന്ന പേരിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. നിലമ്പൂർ സൗത്ത് DF ധനിക് ലാലിന്റെ നേതൃത്വത്തിൽ ജെറിനെ ചോദ്യം ചെയ്തു. പഴയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ജെറിൻ സമ്മതിച്ചു. നാട്ടുകാരെ ആശങ്കപ്പെടുത്തിയതിനും ഭീതിയിലാക്കിയതിനും ജെറിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് കരുവാക്കുണ്ട് പോലീസിൽ പരാതി നൽകി. മയക്കുവെടി വെച്ച് പിടികൂടിയ കുട്ടിയാണ് ചരിഞ്ഞു. അന്ത്യം ചികിത്സ നൽകുന്നതിനിടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയതിന് പിന്നാലെ മയക്കുവെടി വെച്ച് പിടികൂടിയ കുട്ടിയാണ് ചരിഞ്ഞു. വായിൽ ഗുരുതര പരിക്കോടെ കണ്ടെത്തിയ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുന്നതിനിടെയാണ് അന്ത്യം. വയനാട്ടിൽ നിന്നെത്തിയ വെറ്റിനറി സംഘമാണ് കാട്ടാനക്കുട്ടിയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. ആനയുടെ വായിൽ സാരമായ പരിക്ക് കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു പിടികൂടി ചികിത്സ നൽകാൻ തീരുമാനിച്ചത്. ആറളത്തെ RRT ഓഫീസിൽ ഇന്ന് രാത്രി 9 മണിയോടെയാണ് ആന ചരിഞ്ഞത്. തിളച്ച കഞ്ഞിയിൽ തലമുക്കി ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമം, ഭർത്താവ് അറസ്റ്റിൽ. തൃശൂർ കുറ്റിച്ചിറ വെട്ടിക്കുഴി പുലിക്കുന്നിൽ വീട്ടിൽ ഡെറിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് ഭാര്യ ആവശ്യപ്പെട്ടതായിരുന്നു ഡെറിനെ പ്രകോപിപ്പിച്ചത്. മദ്യപിച്ചെത്തിയ പ്രതി ഭാര്യയെ ആക്രമിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു. തുടർന്ന് കഴുത്ത് ഞെക്കിപ്പിടിച്ച് അടുക്കളയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും തിളച്ച കഞ്ഞിയിലേക്ക് തല മുക്കിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവതി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഡെറിനെ ചൈപ്പൻകുഴിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. UAE-യിൽ 2 മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കി. മുഹമ്മദ് റിനാഷ് A, മുരളീധരൻ PV എന്നിവരുടെ വധശിക്ഷയാണ് UAE നടപ്പിലാക്കിയത്. വിദേശകാര്യ മന്ത്രാലയത്തെ UAE അറിയിച്ചതാണിത്. സാധ്യമായ എല്ലാ നിയമസഹായവും നൽകിയിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരം ഇവരുടെ കുടുംബത്തെ അറിയിച്ചെന്നും സംസ്കാരത്തിൽ പങ്കെടുക്കാൻ സൗകര്യമൊരുക്കാൻ ശ്രമിക്കുകയാണെന്നും കേന്ദ്രം അറിയിച്ചു. 2 പേരെയും കൊലപാതക കുറ്റത്തിലാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. UAE പൗരനെ വധിച്ചെന്നായിരുന്നു മുഹമ്മദ് റിനാഷിനെതിരെയുള്ള കേസ്. മുരളീധരൻ ഇന്ത്യൻ പൗരനെ വധിച്ചതിനാണ് വിചാരണ നേരിട്ടത്. സഹപാഠികൾ വിദ്യാർത്ഥിനിക്ക് നേരെ നായ്ക്കരണ പൊടിയെറിഞ്ഞ സംഭവം, 3 അധ്യാപകർക്ക് സസ്പെൻഷൻ. കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരെ സഹപാഠികൾ നായ്ക്കരണ പൊടിയെറിഞ്ഞ സംഭവത്തിൽ അധ്യാപകർക്കെതിരെ നടപടി. 3 അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുകയും ഒരാളെ സ്ഥലം മാറ്റുകയും ചെയ്തു. PS ശ്രീകാന്ത്, ജിഷ ജോസഫ്, NS ദീപ എന്നിവരെയാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. അധ്യാപികയായ RS രാജിയാണ് സ്ഥലം മാറ്റിയത്. കൊച്ചി കാക്കനാട് തെങ്ങോട് സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സഹപാഠികളുടെ ക്രൂരതയിൽ 2 ആഴ്ചയായി ശാരീരികവും മാനസികവുമായി തളർന്നിരിക്കുന്നത്. ക്രൂരമായ ആക്രമണം ഉണ്ടായിട്ടും ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കുപോലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നത് പെൺകുട്ടിക്കും കുടുംബത്തിനും തീരാ നോവുണ്ടാക്കിയിരിക്കുകയാണ്.